ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുക. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ കുഞ്ഞു വീഡിയോയിലോട്ട് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വിശേഷങ്ങളിലേക്ക് അങ്ങോട്ട് പോവാം അല്ലേ. ഇന്ന് ഞാനൊരു ചെറിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതൊന്നും അറിയില്ല കേട്ടോ, എന്നാലും ഞാൻ വന്നിട്ടുണ്ടേ. രാവിലെ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. രാവിലെ മുതൽ ഏകദേശം ഒരു 10 മണി വരെയുള്ള കാര്യങ്ങളേ ഇതിലുള്ളൂ കേട്ടോ. ഒരു 6:30 മുതൽ 10 മണി വരെയുള്ള കാര്യങ്ങളെ ഞാൻ കാണിക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ അതേ നമ്മൾ 1-2 മട്ടൽ വീണിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ സൈഡിലുള്ള ഒരു മട്ടൽ വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നേരെ വീണത് നമ്മുടെ പൂളയുടെ കപ്പ ഉണ്ടല്ലോ, കപ്പയുടെ മുകളിലേക്കാണ് വീണിട്ടുണ്ടായിരുന്നത് കേട്ടോ. കപ്പ ഒരു 8-10 തണ്ട് അവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പകുതി ഹൈറ്റിലൊക്കെ വളർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് വീണത് കേട്ടോ. ഞാൻ വിചാരിച്ചു അത് പോയി എന്ന് വിചാരിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല കേട്ടോ. ഒരു തണ്ടിലും കുഴപ്പമൊന്നും പറ്റാതെ കിട്ടിയിട്ടുണ്ട്. ഇനി എപ്പോഴാണത് പന്നി കാണുകയെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. നമ്മൾ നട്ടിരിക്കണ 1-2 വാഴയൊക്കെ പന്നി നശിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമ്മൾ ചേനയും ചേമ്പും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പന്നി നശിപ്പിച്ചത് കാരണം നമ്മുടെ വീടിൻ്റെ മുകളിലുള്ള സ്ഥലത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ചേനയും ചേമ്പും കപ്പയും ഒക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അടക്കി എല്ലാതും പന്നി കൊണ്ടുപോയി കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഉണ്ടാക്കാനുള്ള മനസ്സങ്ങോട്ട് പോയി. പിന്നെ നമ്മളെ വീട്ടിലെ താഴെ ഉള്ള ഭാഗത്ത് നമ്മൾ വാഴയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വാഴയ്ക്കൊന്നും വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അവിടെ വെച്ചിട്ടുള്ള ചേമ്പും ചേനയും ഒക്കെ അതും മുഴുവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ വീണ്ടും ഇതുപോലെ വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 വാഴ ചെറുതായപ്പോൾ തന്നെ ഇങ്ങനെ പന്നി നശിപ്പിച്ച് കളഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ആ കപ്പ എപ്പോഴാണ് കാണുകയെന്നൊന്നും പറയാൻ പറ്റില്ല. ബാക്കി വേറെ നമ്മൾ കുറച്ച് വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും എപ്പോഴാണ് കേടെടുത്താൽ പറയാൻ പറ്റില്ല കേട്ടോ. നമുക്ക് നടാനുള്ള ഒരു താല്പര്യം അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം. നനയ്ക്കാൻ പറ്റാത്തതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ നട്ടു കൊടുക്കാമായിരുന്നു കേട്ടോ. എന്നാൽ നമുക്ക് പണ്ടൊക്കെ ഞങ്ങളെ വീട്ടിൽ പച്ചക്കറിയൊന്നും വാങ്ങിക്കാറുണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ വീട്ടിൽ ക്യാരറ്റ് ഉണ്ടല്ലോ, നമ്മൾ അവിയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആകെ മേടിക്കുന്ന ഒരു പച്ചക്കറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ക്യാരറ്റ് മാത്രമായിരിക്കും കേട്ടോ. ബാക്കിയുള്ള പച്ചക്കറിയൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു നമുക്ക് അങ്ങനെ ഉണ്ടാക്കാൻ പറ്റാത്തൊരു സംഭവങ്ങളുണ്ടാവുമല്ലോ, അത് മാത്രമേ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ടായിരുന്നുള്ളേ. അപ്പോൾ അതുപോലെ നമ്മൾ ഇവിടെയൊക്കെ നടാൻ വേണ്ടിയിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താകും എന്തോ, കണ്ടറിയാം. അപ്പോൾ അതേ നമ്മൾ മട്ടലൊക്കെ ഒന്ന് നന്നാക്കി എടുക്കാനുണ്ടായിരുന്നു. 2 ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനതിൻ്റെ ഓലക്കടി ഒന്നും എടുക്കാറില്ല കേട്ടോ. ഇവിടെ ഓലക്കടി നമ്മൾ അങ്ങനെ കത്തിക്കാനൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ, പിന്നെ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല, അതിന് ഈ വിറക് തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ ഈ മുറ്റത്ത് സൈഡിലുള്ള വിറകുകളൊക്കെ ഞാനങ്ങനെ എനിക്ക് പറ്റുന്നത് അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. പിന്നെ ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിച്ചതുപോലെ മുറിക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഒരു പച്ചപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് ഇത് കത്തിയോണ്ട് വെട്ടിയാൽ മുറിയും കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ എങ്ങനെ വെട്ടിയാലും അത് ഏൽക്കില്ല. വിറകിന് ഉണങ്ങിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഏൽക്കില്ല കേട്ടോ. അപ്പോൾ അതിന് മുന്നേ തന്നെ ഞാനൊന്നങ്ങോട്ട് 2 റെഡിയാക്കി വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വന്നതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് മുറ്റത്ത് വീണുകൊണ്ട് തന്നെ വേഗം അപ്പുറത്തെ നമ്മൾ നടക്കുന്ന സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കിട്ടിയ സമയത്ത്. പിന്നെ നമുക്കൊന്ന് ഫ്രീ ആവുന്ന സമയത്ത് ചെയ്തിടാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അകത്തേക്ക് വരുന്നത് അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ. നമ്മൾ അകത്തുള്ള പണി കഴിഞ്ഞിട്ടാണ് ഈ പുറത്ത് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു പണിയിലേക്ക് ഇറങ്ങണത്. ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അടുക്കളയ്ക്കൊക്കെ പോണത് വെച്ചാൽ അത് ശരിയാവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഓലക്കടിയൊക്കെ ഇവിടെ തന്നെ വെട്ടിയിട്ട് ആ തെങ്ങിന് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് അങ്ങനെ ആ 2 മട്ടലും കൂടിയൊക്കെ ഒന്ന് മാറ്റിയിടാം. പിന്നെ ഞാൻ കുറച്ച് ഓലക്കടി എടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ നമുക്ക് കത്തിക്കാനുണ്ട് കുറച്ച് കേട്ടോ. ഈ പുല്ലിൻ്റെതൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ ഒന്ന് ശരിക്കും കത്തിക്കിട്ടാണ് ഈ ഓൽക്കടി ഇട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ശരിക്കും അങ്ങോട്ട് കത്തിക്കിട്ടും. അപ്പോൾ അങ്ങനെ അത് ഒന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ സൈഡിൽ കൊണ്ടുപോയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അപ്പൂസും എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ. ഇതിപ്പം ഇന്നത്തെ വീഡിയോ ആണ്, ഇത് ശനിയാഴ്ചത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പൂസ് ഒരാഴ്ചയായി അംഗനവാടിയിൽ പോയിട്ട്, ഇനിയിപ്പോൾ തിങ്കളാഴ്ച വിടാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. ജലദോഷമൊക്കെ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അംഗനവാടിക്കൊക്കെ വിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. മനുവിന് ഇങ്ങനെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ. അപ്പൂസനാണ് ഇപ്പോൾ ഇങ്ങനെ അസുഖങ്ങൾ, ഇങ്ങനെ ചെറിയ അസുഖങ്ങളായിട്ട് ഇങ്ങനെ എപ്പോഴും ഉണ്ടാവണത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതൊക്കെ ഒന്ന് അങ്ങോട്ട് വെട്ടിയിടാം കേട്ടോ. പിന്നെ ഇന്ന് നമ്മളൊരു സ്നാക്ക് ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോയും ഞാൻ അധികം എടുത്തിട്ടൊന്നുമില്ല, കാരണം വേറെ ഒന്നുമല്ല കേട്ടോ. എൻ്റെ
കിച്ചണിലുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ഇടുന്നത് എങ്കിൽ അതിന് വ്യൂസ് കുറവായിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അത് അധികം ഇടാത്തത്. പിന്നെ അത് മാത്രമല്ല, നമ്മളങ്ങനെ സ്പെഷ്യലായിട്ടൊന്നും ഉണ്ടാക്കണില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അപ്പോൾ ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. ഞാൻ കുളിക്കാൻ വേണ്ടിയിട്ട് തലയിൽ താളി തേക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെമ്പരത്തിയുടെ കുറച്ച് ഇലയും കൂടെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നോട് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് താളി യൂസ് ചെയ്യേണ്ട, വെളിച്ചെണ്ണ യൂസ് ചെയ്യേണ്ട എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ രണ്ടാമത് പോയ സമയത്ത് നല്ലോണം തല ഡ്രൈ ആവണുണ്ട് എന്ന് പറഞ്ഞ ഒരു ടൈമിൽ എന്നോട് പറഞ്ഞു വെളിച്ചെണ്ണ ഇടയ്ക്ക് തേച്ചിട്ട് ഷാമ്പു തേക്കണ ദിവസം വെളിച്ചെണ്ണ തേക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് നമുക്ക് താളിയും കൂടെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്, അങ്ങനെ താളി പറ്റ എങ്ങനെ നിർത്തണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. പണ്ട് ഞാൻ താളിയൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്, താളിയൊക്കെ നമ്മളെ തലയിലാവുന്ന സമയത്ത് ആകുന്ന ആ ഒരു സ്ഥലത്ത് നല്ലൊരു തണുപ്പുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോൾ എനിക്ക് ഈ മുടി കൊഴിച്ചിലിൻ്റെ പ്രശ്നം വന്നതിന് ശേഷം താളി ഇടുന്ന സമയത്ത് തണുപ്പ് വരാറില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അതെന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഡോക്ടറോട് ചോദിച്ചപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായില്ല എന്താ സംഭവം എന്ന് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ താളിയൊക്കെ ഇടാലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെമ്പരത്തിയുടെ ഇലയൊക്കെ ഒന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു പേരിനെ ബന്ധിച്ചിട്ടുള്ള വീഡിയോസ് അല്ല ഇടുന്നത് എന്നുള്ളൊരു കമൻറ്റ് വന്നു പറഞ്ഞില്ലേ. അതിന് മറുപടിയായിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ എന്തുകൊണ്ടാണ് അത് മാറിയത് എന്നുള്ളത്. അപ്പോൾ എനിക്ക് വേറൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്താണെന്നറിയോ, വീഡിയോ വ്ളോഗ് എടുക്കുന്നതിൻ്റെ ഇടയിൽ ഡ്രോയിങ്ങിൻ്റെ ഇതും കൂടെ കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെയായി പോകില്ലേ. പിന്നെ ഞാൻ എന്തെങ്കിലും വരയ്ക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വരച്ചതിന് ശേഷം അങ്ങോട്ട് കാണിച്ചു തരാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് വരയ്ക്കണതും കൂടെ അങ്ങനെ കാണിച്ചു തരാമെന്നുള്ളത് ഞാൻ വിചാരിക്കണില്ലേ. പിന്നെ അതേ നമ്മൾ അടുക്കളയിലുള്ള പണികളാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അടുക്കളയിൽ നിന്ന് രാവിലെ നമ്മൾ ഉപ്പുമാവാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. പച്ചരി കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ അതിലേക്ക് ക്യാരറ്റും ഇഞ്ചിയും ഉള്ളിയും കറിവേപ്പിലയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് കുക്കറിൽ വെച്ചിട്ടാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാൻ പച്ചരിയുടെ ഉപ്പുമാവ് കുക്കറിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത്. ഗോതമ്പ് റവയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നേരെ ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കും. നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കാൻ അറിയാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു പോവാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എത്രയാണോ അരി എടുക്കണത് വെച്ചാൽ അതിൻ്റെ ഇരട്ടിയായിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് 2 വിസിലടിക്കുമ്പോഴേക്കും നമ്മുടെ കറക്റ്റ് പച്ചരിയുടെ ഉപ്പുമാവ് വെള്ളമൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ അതിൽ വേറെ വെള്ളം ഏറുമില്ല, വെള്ളം കുറയുമില്ല. നമ്മൾ നോർമലായിട്ടുള്ള പച്ചരിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ പച്ചരി 2 വിസിലടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ കുക്കറിൽ ഉണ്ടാക്കാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കുക്കറിൽ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ഞാനും ഇതിൽ പച്ചക്കറിയൊക്കെ ഇട്ട് റെഡിയാക്കിയതിന് ശേഷം എടുക്കണ പച്ചരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ ഉപ്പിട്ട് തിളച്ചതിന് ശേഷമാണ് അരി ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് 2 വിസിലടിച്ചാൽ ഉപ്പുമാവ് റെഡി ആയിട്ടോ. അപ്പോൾ അങ്ങനെ ഉപ്പുമാവിന് ഇന്നുണ്ടായിരുന്നത് പപ്പടും അതുപോലെ ചെറുപയർ ഉപ്പേരിയും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഇന്നുണ്ടായിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ഉപ്പേരിക്ക് ക്യാബേജ് നല്ല അരിഞ്ഞ് വെള്ളത്തിലിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. പിന്നെ മുരിങ്ങയില ഇന്നലത്തെ വീഡിയോയിൽ കണ്ട കൂട്ടുകാർക്ക് അറിയാൻ മതി, മുരിങ്ങയില പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇന്നലെ രാത്രിക്ക് കുറച്ചെടുത്ത് ബാക്കി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളത് പരിപ്പൊക്കെ ചേർത്തിട്ട് തേങ്ങയും ഉള്ളിയും ജീരകവും അരച്ചെടുത്ത് ആണ് മുരിങ്ങയില കറി ഉണ്ടാക്കിയെടുക്കുന്നത് ഇന്നിപ്പോൾ നമുക്ക് മുരിങ്ങയില കറിയാണ്. പിന്നെ ഇന്നലെ രാത്രി ഞാൻ മീൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മീൻ വറുത്തതും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂട്ടിയിട്ടായിരുന്നു ഇന്ന് നമ്മളെ ഫുഡ് അടി കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ഓരോ പണികളും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ സ്നാക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും ഒരു പരീക്ഷണമാണ് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് ഇവിടെ ഉണ്ടാക്കി നോക്കുന്നത്. അവലും റവയും ഉപയോഗിച്ചിട്ടാണ് ഇന്നത്തെ പലഹാരം ഉണ്ടാക്കുന്നത്. അവൽ വറുത്തിട്ട് റവ വറക്കാതെ എടുത്തിട്ട് പൊടിച്ചിട്ടാണ് നമ്മൾ ഇന്നൊരു സ്നാക്ക് ഉണ്ടാക്കുന്നത് കേട്ടോ. അതിലേക്ക് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്, ശർക്കരയാണ് ഉരുക്കി ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഓരോ പണി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഏട്ടുണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ നല്ല തിക്കായിട്ടിരിക്കുന്ന ഒരു മാവാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, റവ പൊടിച്ചതും അതുപോലെ അവലൊന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് അവൽ വറുത്തിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലോ, അങ്ങനെ ക്രഷ് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ശർക്കര എടുത്തിട്ട് അത് നന്നായിട്ട് ഉരുക്കിയിട്ട് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ട് ആ ഒരു വെള്ളത്തിലാണ് അതിങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കണത് കേട്ടോ. ഒരുപാട് വെള്ളം ആക്കാതെ നല്ല തിക്കായിട്ടാണ് നമ്മളത് ഉണ്ടാക്കിയെടുക്കണത്.
അപ്പോഴേക്ക് ഇതേ നമ്മുടെ മുരിങ്ങയില കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് കേട്ടോ. നമ്മൾ ബക്കറ്റിൽ വെള്ളം പിടിച്ചിട്ട് അകത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടാണ് നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നത്. വാഷ് ബേസിൻ്റെ സൈഡിൽ വെച്ചിട്ട് അങ്ങനെ വെള്ളം എടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ 2 ദിവസം കൂടുന്ന സമയത്ത് ഞാൻ ഈ ബക്കറ്റ് കഴുകാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. അതുവരെ അതിലിങ്ങനെ വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ വെള്ളം 2 ദിവസം ആകുമ്പോഴേക്കും നമ്മൾ വേഗം തീർത്തതിന് ശേഷമാണ് നമ്മൾ ഇതൊന്ന് കഴുകാൻ വേണ്ടി എടുക്കണത് കേട്ടോ. അപ്പോഴേക്ക് ഞാൻ ഇത് വേട്ടമ്മയുടെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ അകം തുടയ്ക്കലും അടിക്കലും ഒക്കെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതെന്നെ കാണിച്ച് ഞാൻ നിങ്ങളെ വെറുപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീടിനകത്തുള്ള വ്യൂ കാണിക്കാണ്ടിരിക്കണേ. അപ്പോൾ അതേ ഞാനതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ക്ലീനിങ്ങിൻ്റെ ബാക്കിയാണ് നടന്നുകൊണ്ടിരിക്കേണ്ടത് കേട്ടോ. ഇനി നമുക്കിതുപോലെ ചെയ്യാനുണ്ട്, ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യും. നമ്മൾ എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഒരു ദിവസം നമ്മളിപ്പോൾ ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനിരിക്കുള്ളൂ കേട്ടോ. അല്ലാതെ എന്നും ഇങ്ങനെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയൊന്നുമില്ല. ആഴ്ചയിലൊരു ദിവസം അങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അതന്നെ ഒരു 2-3 ദിവസം ഉണ്ടാകും. ഒരു ദിവസം കൊണ്ട് തീർക്കാൻ പറ്റില്ല, ഒരു 2-3 ദിവസമായിട്ട് അങ്ങനെ എടുത്ത് തീർക്കണതാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്തിട്ട് തീർക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് വഹിക്കുന്ന രീതിയിൽ സാവധാനം ചെയ്താൽ മതി. പിന്നെ അതുപോലെ നമ്മൾ ഒരുപാട് വൃത്തികേടാവാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കണമൊന്നുമില്ലല്ലോ. പിന്നെ നമുക്ക് ആരെയും ബോധിപ്പിക്കുകയൊന്നും വേണ്ട, ഇത്രേ ചെയ്തുള്ളൂ അല്ലെങ്കിൽ അത്രയും ചെയ്യുന്നുണ്ട് അങ്ങനെ താരതമ്യപ്പെടുത്തേണ്ട ആവശ്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങനെ പോയിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഇങ്ങനെ തീർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. കമൻ്റായിട്ടും അതുപോലെ തന്നെ സബ് ചെയ്തിട്ടായാലും. സബ് ചെയ്തിട്ട് ആൾ എന്നുള്ള ഓപ്ഷനും ബെല്ലൈക്കോണും എനേബിൾ ചെയ്താൽ മാത്രമേ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അതും കൂടെ ഒന്ന് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്തോളൂ കേട്ടോ. പിന്നെ പറയാനുള്ളത്, നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നവരോട് ആ ഒരു ടൈമിൽ നിങ്ങൾ ഒന്ന് അൺസബ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് സബ് ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ടോയെന്ന് കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ എന്നും രാവിലെ 10 മണിക്കാണ് വീഡിയോ ഇടാറുള്ളത്. അത് കുറേ മാസങ്ങളോളമായിട്ടുള്ള ഒരു ടൈമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ ടൈം ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ആ ടൈം ഒന്ന് നോട്ട് ചെയ്താൽ മതി. കൃത്യം 10 മണിക്കാണ് എൻ്റെ വീഡിയോ വരാറുള്ളത് കേട്ടോ. എന്തെങ്കിലും കാരണവശാൽ എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റാത്ത ഒരു ദിവസം മാത്രമേ വീഡിയോ ഇല്ലാണ്ടിരിക്കുള്ളേ. അപ്പോൾ അതേ പണികളൊക്കെ കഴിഞ്ഞു. നമ്മുടെ വീഡിയോ അപ്പം ഉണ്ടാക്കൽ എന്ന് പറഞ്ഞതായിരുന്നു നമ്മുടെ അപ്പം കേട്ടോ. ഇന്നത്തെ സ്നാക്സ് കൊള്ളാം, നല്ല അപ്പം തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര നേരം കണ്ട എന്നെ സഹിച്ചിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദിയുണ്ട്. നാളെ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ബായ്.